إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും വിശിഷ്യ റമളാനിന്റെ ഈ അവസാന വേളയിലും ഗൗരവത്തിൽ വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലർ റമളാൻ അവസാനത്തോടടുത്തപ്പോൾ അവർ പറയുകയുണ്ടായി, പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശത്തിന്റെ, പാപമുക്തിയുടെ, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നുള്ള സുരക്ഷയുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിന്റെ സന്തോഷവാർത്തയുമായി എത്തിയ സാർത്ഥവാഹകൻ അല്ലാഹുവിൽ നിന്നുള്ള വിശിഷ്ടാതിഥി അതാ യാത്രയായിരിക്കുകയാണ്, യാത്രയാകാൻ വിടവാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം റമളാനിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻഗാമികളിൽ ചിലർ ആത്മകഥ നടത്തുകയുണ്ടായി. ഫയ അയ്യുഹൽ ലൈഫ് അൽ കരീം അലാ റിസ്ലിക്, അല്ലാഹുവിൽ നിന്ന് എന്നിലേക്ക് എത്തിയ വിശിഷ്ടനായ അതിഥി, നീ യാത്രക്കൊരുങ്ങുകയാണ്, നീ വിടവാങ്ങാൻ ഒരുങ്ങുകയാണ്. ഫഖുലൂബുനാ ലാ സാലത് മുസ്താഖതൻ ഇലാ വസ്ലിക്, എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ അന്തരാളങ്ങൾ നീയുമായുള്ള സമാഗമം, നിന്നോടൊന്നിച്ചുള്ള ഈ ഒരു മാസത്തെ കൂടിക്കാഴ്ച, നിന്നോടുള്ള ഒത്തുചേരൽ ഇനിയും കൊതിക്കുന്നു. മതി വന്നിട്ടില്ല, കൊതി തീർന്നിട്ടില്ല, ആഗ്രഹം അസ്തമിച്ചിട്ടില്ല. ഇൻതളിർ വതമഹൽ ഫമാ അജ്മല മഖാമക്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ അതിഥി, എന്റെ സുഹൃത്ത്, എന്റെ സാർത്ഥവാഹകൻ, വിശിഷ്ടനായ ലൈഫുൻ കരീം, നീ അല്പം താമസിക്കൂ, നീ കുറച്ചുകൂടി സാവകാശത്തിൽ പോകൂ, എനിക്ക് വേണ്ടി കാത്തു നിൽക്കൂ. ഫമാ അജ്മല മഖാമക്, എത്ര മനോഹരമായിരുന്നു, എത്ര സമ്മോഹനമായിരുന്നു നിന്റെ വരവ്, എത്ര ആഹ്ലാദഭരിതമായിരുന്നു നിന്നോട് ഞാൻ വകവെച്ച് നൽകിയ വരവേൽപ്പ്. വമാ അഹ്ലാ അയ്യാമക്, നീ എനിക്ക് സമ്മാനിച്ച ദിനരാത്രങ്ങൾ എത്ര മധുരിതമായിരുന്നു. വമാ അംത സിയാമക്, നിനക്കു വേണ്ടി ഈ മാസത്തിൽ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ പകലുകൾ എത്ര സമാധാനപൂർണമായിരുന്നു, എത്ര സ്വസ്ഥതപൂർണമായിരുന്നു. ലഖദ് ദുഖ്നാ ഫീക ലദ്ദതൻ ഫീ ഗൈരി കമാ ദുഖ്നാഹാ
ലഖദ് ഇശ്നാ ഫീക ഈശതൻ ഫീ ഗൈരിക മാ ഇശ്നാഹാ. അതെ, നിന്നോടൊന്നിച്ച് ഞങ്ങൾ അനുഭവിച്ച ഈ ആസ്വാദനം, ഈ ഒരു മാസത്തെ കാലത്തെ ആസ്വാദനം, ഭൗതിക സുഖാസ്വാദനങ്ങൾക്ക് പകരം വെക്കാനില്ലാത്ത മനം കുളിർന്ന ആസ്വാദനം, അതൊരിക്കലും മറ്റൊരു വേളയും അനുഭവിക്കാൻ സാധിക്കുകയില്ല. നിന്നോടൊന്നിച്ച് ആനന്ദദായകമായി ഞങ്ങൾ പിന്നിട്ട ഈ ഒരു മാസത്തെ കാലത്തെ ജീവിതം അതുപോലെ സൗഭാഗ്യപൂർണമായ സമ്പന്നമായ മറ്റൊരു ജീവിതം ഒരു കാലത്തും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. മുൻഗാമികൾ റമദാനിനെ വിടവാങ്ങുമ്പോൾ നടത്തിയ ആത്മകഥങ്ങളുടെ ഭാഗമാണിത്. സഹോദരങ്ങളെ, നമുക്ക് തോന്നുന്നുണ്ടോ, ഈ ചിന്തകൾ നമ്മെ മതിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെയുള്ള ആത്മകഥങ്ങൾ ഗദ്ഗദമായി ഉയരുന്നുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുൻഗാമികൾ സലഫ് സ്വാലിഹീങ്ങൾ അവർ റമളാൻ അവസാനത്തോടടുത്താൽ റഫഉൽ ഹിമ്മത്തി ഇലാ മുൻതഹാഹ, അവസാനത്തിലേക്ക് തങ്ങളുടെ പരിശ്രമങ്ങൾ സമ്പൂർണ്ണ ശക്തിയും സ്വരൂപിച്ചുകൊണ്ട് മാറ്റിവെക്കുമായിരുന്നു. അവർക്ക് സാധിക്കുന്നിടത്തോളം റമളാനിന്റെ അവസാന വേളകളിൽ അധ്വാനിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? പെരുന്നാളിനൊരുക്കം നടത്താനല്ല, പെരുന്നാളിന്റെ പുതുമോടികൾക്ക് വേണ്ടി പുത്തൻ വസ്ത്രങ്ങൾ അങ്ങാടികളിൽ നാൽക്കാലികൾക്ക് സമാനമായി മുസ്ലിം ഉമ്മത്ത് വഴിതടസ്സമുണ്ടാക്കി, ശബ്ദമലിനീകരണമുണ്ടാക്കി, തിക്കും തിരക്കും കൂട്ടി തടിച്ചുകൂടാൻ വേണ്ടിയല്ല, മറിച്ച് എന്തിനാണ്? പരലോകത്തേക്ക് കൊണ്ടുള്ള കച്ചവടം, അത് ലാഭകരമായി കൊയ്തെടുക്കാൻ, പരലോകത്തേക്കുള്ള വിളവെടുപ്പിന്റെ അവസാന കാലം, അവസാന സമയം ഇതാ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ അവർ അവസാനം നന്നാക്കുമായിരുന്നു. മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്നൽ ഖൈല ഇദാ ഖാറബത് റഅസ മജ്റാഹാ അഖ്റജത് കുല്ലമാ ഇൻദഹാ. ഒരു കുതിര, ഒരു പടക്കുതിര അതിന്റെ ലക്ഷ്യസ്ഥാനത്തോടടുത്താൽ, അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താറായാൽ അതതിന്റെ സർവശക്തിയും കഴിവും സംഭരിച്ച് ആഞ്ഞുകുതിക്കും, പാഞ്ഞെടുക്കും. ഇതുപോലെയാകണം റമളാനിന്റെ അവസാനത്തിൽ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ. കാരണം ഇത് പരലോകത്തേക്കുള്ള ആദായകരമായ അമൂല്യമായ കച്ചവടം, ലാഭം കൊയ്യാൻ സാധിക്കുന്ന മഹത്തായ സുവർണാവസരമാണ്. നീ വിചാരണ ചെയ്യുക സഹോദര. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. യഥാർത്ഥ വിചാരണ നീ നേരിടുന്നതിന് മുമ്പ് ദുനിയാവിലിതാ നിന്റെ റമളാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ നീ ആത്മവിചാരണ നടത്തുക. അല്ലാഹുവിന്റെ മഹ്ശറിൽ, അവന്റെ കോടതിയിൽ നീ നേരിടുന്ന യഥാർത്ഥ വിചാരണ നിനക്ക് എളുപ്പമാകും, നിനക്ക് ലഘുവാകും. നീ വിചാരണ ചെയ്യുക. നിന്റെ കർമ്മങ്ങളുടെ രേഖകൾ, മലക്കുകൾ രേഖപ്പെടുത്തിയ നിന്റെ തിന്മയുടെ ഏടുകൾ, നിന്റെ ഫയലുകൾ നിന്റെ കയ്യിൽ നൽകപ്പെടുന്നതിന് മുമ്പ് നീ വിചാരണ ചെയ്യുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ, റമളാനിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങൾ നമ്മൾ പാഴാക്കിക്കൂടാ. അയ്യാമുൻ മുബാറക്കാത്ത്, അനുഗ്രഹീതമായ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഓരോ നിമിഷവും വിലപിടിപ്പുള്ളതാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാനില്ല. അതുകൊണ്ട് നഷ്ടബോധത്തിൽ വീണ്ടെടുക്കാൻ നമ്മൾ ത്യാഗപരിശ്രമത്തിൽ ഏർപ്പെടണം. പറയാതിരിക്കാൻ, പരിതപിക്കാതിരിക്കാൻ, പരലോകത്ത് വിരല് കടിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. അല്ലാഹുവിന് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, നശിക്കാത്ത ഒടുങ്ങാത്ത സുഖാനുഭൂതികൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ, ഞാൻ വീഴ്ച വരുത്തിയല്ലോ. യാ ഹസ്റത, എന്റെ നഷ്ടമേ, എന്റെ ഖേദമേ, എന്റെ നാശമേ എന്ന് നീ നാളെ പറയാതിരിക്കാൻ. വഅൻ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ. നീ പറയാതിരിക്കാൻ വേണ്ടി, അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഉദവി ഉണ്ടായിരുന്നെങ്കിൽ, റമളാനിൽ നോമ്പെടുത്ത് നിസ്കരിച്ച് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് രാപ്പകലുകൾ സജീവമാക്കി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞു കുതിർന്ന കണ്ണുമായി, കലങ്ങിയ ഹൃദയവുമായി പാപമോചനവും തൗബയും വർദ്ധിപ്പിച്ച് മുത്തഖീങ്ങളിൽ അള്ളാഹു നോമ്പ് അതുകൊണ്ട് നേടാൻ പറഞ്ഞ മഹത്തായ സമ്പാദ്യം, തഖ്വ എന്ന മഹാ അമൂല്യമായ സമ്പത്ത്, അത് നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാതെ ഞാൻ പോയല്ലോ. എനിക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചിരുന്നെങ്കിൽ. നീ അന്ന് പരിതപിക്കുന്ന വേളയുണ്ടാകും. യാ ലൈതനി കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ. സ്വർഗത്തിലേക്ക് എന്നെ മുൻകടന്ന സലഫു സ്വാലിഹീങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരോടൊപ്പം മഹത്തായ വിജയം. അത് റമളാൻ, ഒരൊറ്റ റമളാൻ ഷഹീദിനേക്കാൾ ആകാശഭൂമികൾക്കിടയിലുള്ള അകലം
സ്വർഗത്തിന്റെ പദവിയിൽ വർധനവുണ്ടാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതേ ആകാശഭൂമികൾക്കിടയിലുള്ള കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അകലം സമാനമായി സ്വർഗത്തിൽ ഉന്നത വിജയങ്ങളിൽ, സ്വർഗീയാരാമങ്ങളിൽ, സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ മഹത്തായ വിജയം കൈവരിക്കാൻ എനിക്ക് സാധിക്കാതെ പോയല്ലോ എന്ന് നീ പരിതപിക്കാതിരിക്കാൻ. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അതേ, നീ പരിതപിക്കുന്ന, നിനക്ക് നഷ്ടബോധം, നിന്റെ തൊണ്ടക്കുഴിയിൽ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് എത്തുമ്പോൾ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ ഞെരിഞ്ഞമരുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന മറ്റൊരാത്മകഥം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അങ്ങനെ അവരിലേക്ക് മരണമെത്തിയാൽ, മലക്കുൽ മൗത്ത് എത്തിയാൽ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുകയും ആരുണ്ട് മന്ത്രിക്കാനെന്നവൻ പരിതപിക്കുകയും ചെയ്യുന്ന നിമിഷം, അത് തന്റെ വേർപാടിന്റെ സമയമാണ്, തന്റെ വിടവാങ്ങൽ ദിനമാണ്, തന്റെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നവൻ തിരിച്ചറിയുന്ന സന്ദർഭം, കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിടയുന്ന സന്ദർഭം നാം ഓരോരുത്തരും നേരിടാനിരിക്കുന്ന പ്രാപഞ്ചികമായ സത്യമാണത്, അനിഷേധ്യമായ യാഥാർത്ഥ്യമാണിത്. മരണം, ആ മരണം വന്നെത്തിയാൽ ഒരാളും നിനക്ക് കൂട്ടില്ല, നിന്റെ കൂടെ നിന്നവരില്ല, നിന്റെ വലതും ഇടതും നിന്റെ തിന്മകളിലേക്ക് പ്രോത്സാഹിപ്പിച്ചവരില്ല, നിന്റെ ചങ്ങാത്തമില്ല, നിന്റെ സൗഹൃദവലയമില്ല, നിന്റെ സഹധർമ്മിണിയില്ല, നിന്റെ മക്കളില്ല, നിന്റെ സമ്പത്തില്ല, നീ കൊരുത്തു വച്ച അധികാരമില്ല, ഭൗതികമായി നീ നേടിയതൊന്നുമില്ല, ഒന്നുമില്ല. യാ നഫ്സി യാ നഫ്സി, സ്വന്തം ശരീരത്തിന്റെ അവനവന്റെ പരലോക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആരംഗം നിനക്ക് മനം തട്ടി ബോധ്യപ്പെടുന്ന, നീ കണ്ണുകൊണ്ട് ദർശിക്കുന്ന, നിന്റെ ഹൃദയത്തിൽ നീ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന സമയം മരണം വന്നെത്തിയാൽ ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ മടക്കി നൽകൂ, എന്റെ ജീവിതം എനിക്ക് മടക്കൂ, ലഅല്ലി അഅമലു സാലിഹ, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചേക്കാം, എനിക്ക് ജീവിതം നീ തിരികെത്താ റബ്ബേ, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ. ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അല്ലാഹു പറയുന്നു, ഇല്ല, ഒരിക്കലുമില്ല, സംഭവിക്കുകയില്ല, അതവന്റെ വെറും ജൽപ്പനം മാത്രമായി പരിണമിക്കും. ആ പറച്ചിലുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇന്നു പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ആ വീണ്ടും വിചാരം നമ്മുടെ മനസ്സിനെ മതിച്ചിട്ടില്ലെങ്കിൽ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ദുനിയാവിനോട് വിടവാങ്ങുന്ന അവസാന വേളയിൽ പരിതപിച്ചിട്ട് എന്തു കാര്യം? ഇന്നു നന്നായിട്ടില്ലെങ്കിൽ, ഇന്നും മാറാൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, റമളാനിന്റെ അവസാന ദിനരാത്രങ്ങൾ പോലും നിന്റെ കൽബിലൊരു ചലനമുണ്ടാക്കാൻ അത് കാരണമായിട്ടില്ലെങ്കിൽ, എന്ന് നന്നാകാനാണ്, എന്നു മാറാനാണ്, എന്നു തിരുത്താനാണ്, തിന്മകളോട് എന്ന് വിട പറയാനാണ്, നന്മകളിൽ എന്ന് മുന്നേറാനാണ്, എന്നാണ് പരലോകത്തിന് വേണ്ടി സമ്പാദിക്കാൻ ഇന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ, റമളാനിന്റെ ഇന്നുകളിൽ സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നെന്ന് സാധിക്കാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതുപോലെ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗ്ഗത്തിനു വേണ്ടി, ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗീയാരാമങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കണക്കറ്റ പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ തിരക്കിട്ട് മുന്നേറൂ. തിരക്കിട്ട് മുന്നേറേണ്ടെന്ന, മത്സരിക്കേണ്ടെന്ന സമയമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതുകൊണ്ട് മത്സരം കാണിക്കുന്നവർ റമളാനിലെ ശേഷിക്കുന്ന ദിവസങ്ങൾ സ്വർഗത്തിനു വേണ്ടി, പരലോകത്തെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനു വേണ്ടി, മഹത്തായ വിജയത്തിനു വേണ്ടി മത്സരിക്കുക. പെരുന്നാളിന് വിഭവങ്ങൾ ഒരുക്കാൻ, പെരുന്നാളിന് മോടി കൂട്ടാൻ, മാർക്കറ്റിൽ, അങ്ങാടികളിൽ, വഴിയോരങ്ങളിൽ, തെരുവുകളിൽ മത്സരിക്കുകയല്ല നമ്മൾ വേണ്ടത് എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഈ അവസരത്തിൽ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുൻഗാമികൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, ഹൽ അദ്ദൈതൽ ഇബാദത്ത് അലാ വജ്ഹിഹാ, റമളാനിൽ അല്ലാഹു നമുക്ക് നിയമമാക്കിയ ഇബാദത്തുകൾ, ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ എക്കാലത്തും അവൻ പാലിക്കേണ്ടുന്ന മഹത്തായ ആരാധനകൾ, നിസ്കാരമാകട്ടെ, നിസ്കാരം റമളാൻ കൊണ്ട് അവസാനിക്കുന്നില്ല. മസ്ജിദുകളിലെ സജീവത റമളാനോടുകൂടി അസ്തമിക്കേണ്ടതല്ല. പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം, അത് പാരായണം ചെയ്യപ്പെടേണ്ട ദിവസങ്ങൾ എണ്ണപ്പെട്ടിട്ടില്ല, എല്ലാം ബാക്കിയുണ്ട്. നോമ്പിന്റെ നിർബന്ധമായ ബാധ്യതയാണ് റമളാനോടുകൂടി അവസാനിക്കുന്നത്. നോമ്പ് തീർന്നിട്ടില്ല. ഐച്ഛികമായ നോമ്പിന്റെ വാതായനങ്ങൾ നമുക്കുമേൽ ദീൻ തുറന്നിട്ടിട്ടുണ്ട്. സഹോദര, അള്ളാഹു നിനക്ക് നിയമമാക്കിയ
എണ്ണമറ്റ ഇബാദത്തുകൾ, റമളാനിൽ ഒരു മാസക്കാലത്തോളം നീ ശീലിച്ച മഹത്തായ ആരാധനകൾ അത് നിർവഹിക്കേണ്ടതുപോലെ നീ നിർവഹിച്ചു. അതാണ് ചോദ്യം. നീ ചെയ്തിട്ടുണ്ടാവും. നീ നിസ്കരിച്ചു, നീ നോമ്പെടുത്തു, നീ സ്വതക്കകൾ നൽകി, നീ രാത്രി നമസ്കാരം നിർവഹിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. ചെയ്യേണ്ടതുപോലെ, ആളുകളെ കാണിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, ആരെ കൊണ്ട് പറയിപ്പിക്കാനല്ല, അള്ളാഹുവിനെ മാത്രം ബോധിപ്പിക്കാൻ. അള്ളാഹുവിൽ സ്വീകാര്യമാകുന്ന സമ്പന്നമായ അമൂല്യമായ ഇബാദത്തുകളായി നിന്റെ ഇബാദത്തുകൾ മാറിയിട്ടുണ്ടോ? നീ ചോദിക്കേണ്ട സമയമാണ്. ഹൽ ഇസ്ത റമളാൻ ഹഖീഖതൻ കമാ യുഹിബ്ബു റബ്ബുനാ വയർദ. രണ്ടാമത്തെ ചോദ്യം, റമളാനിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹു തൃപ്തിപ്പെടുന്നതുപോലെ നിനക്ക് ജീവിക്കാൻ സാധിച്ചോ? ഇത്ര ദിവസങ്ങൾ പിന്നിട്ടു. ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് മനസ്സാക്ഷി കുത്തോടെ ചോദിക്കുക, റമളാനിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ മാത്രമാണോ നമ്മൾ ജീവിച്ചത്? അള്ളാഹുവിന് തൃപ്തമായ ജീവിതം മാത്രമാണോ നമ്മൾ കാഴ്ചവെച്ചത്? നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, ഒരു മുസ്ലിമിനെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ ഒരു മുസ്ലിമാണെന്ന് ധരിക്കാൻ സാധിക്കുന്നവനെ നോക്കി പുഞ്ചിരിക്കാനുള്ള മാനസിക വിശാലത, സങ്കുചിതത്വമില്ലാത്ത നിസ്സങ്കോചം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുളുമ്പുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന അഭിവാദ്യം, പ്രാർത്ഥന സാധിച്ചിട്ടുണ്ടോ? ആരംഗത്തെങ്കിലും മസ്ജിദിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏകോദര സഹോദരങ്ങളായി കാലോട് ചേർത്ത് വെച്ച്, കാലുകൾക്കിടയിൽ അകലമില്ലാതെ തോളോടൊരുമി ഒരേ റബ്ബിനു മുമ്പിൽ ഒരൊറ്റ ഉമ്മത്തായി സാഷ്ടാംഗം നമിക്കുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണങ്ങുന്ന മഹത്തായ ഐക്യത്തിന്റെ പാഠം നിന്റെ കൽബിനകത്ത്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന സഹോദര ബന്ധത്തിന്റെ മഹത്തായ ആഴത്തിൽ വേരൂന്നിയ പാഠം നിന്റെ കൽബിൽ റമദാൻ സമ്മാനിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തമായ, അവനിഷ്ടമായ രൂപത്തിൽ നിനക്ക് ജീവിക്കാൻ സാധിച്ചു. റമദാനിൽ നിന്റെ ജീവിതമുടനീളം നീ ഒന്ന് ആത്മവിചാരണ നടത്തുക. ഹൽ റാഖ ഖൽബുക തഅമൽ ഇബാദാത്ത്, ഇബാദത്തിന്റെ അനുഭൂതി, ആത്മീയമായ ചൈതന്യം, നിസ്കരിച്ചു, നോമ്പെടുത്ത്, സ്വതക്ക ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത് നിനക്കാനന്ദം കണ്ടെത്താനുള്ള വൈബ് തേടി പോകുന്ന യാത്രയാണ് റമളാനിന്റെ പാതിരാവിൽ വരെ മുസ്ലിം ഉമ്മത്തിന്റെ മക്കൾക്ക്. വൈബാണ് പോലും വൈബ്. സഹോദര, യഥാർത്ഥ വൈബ് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോൾ നിന്റെ ഹൃദയത്തിന് അനുഭവിക്കുന്ന ആത്മീയമായ അനുഭൂതിയുണ്ടല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു ഹൃദയങ്ങളെ പടച്ച, മനുഷ്യരുടെ കൽബുകളെ പടച്ച റബ്ബ് പറയുന്നു, അവനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം കൈവരാൻ സാധിക്കുകയില്ല. തോന്നിയോ നിനക്ക് നിന്റെ കൽബിൽ ആ വൈബ് നിനക്ക് അനുഭവിക്കാൻ സാധിച്ചു? അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ, മസ്ജിദിലേക്ക് എത്തുമ്പോ, നിസ്കരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ചോദ്യം അതാണ്, ഹൽ ഹസൽത തഖ്വ അൽ മൻസൂദ അൽ മഖ്സൂദ മിൻ വറാഇ ഹാദ സിയാം. നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന മഹത്തായ തഖ്വ, നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന മഹത്തായ തഖ്വ. ഒന്ന് അടുത്തിരിക്കുക, പിന്നിൽ വരുന്നവർക്ക് സ്ഥലം വിശാലത ചെയ്യാം. നോമ്പ് കൊണ്ട് നേടേണ്ടുന്ന തഖ്വ, ആ തഖ്വ നിനക്ക് സമ്പാദിക്കാൻ സാധിച്ചു. എന്താണ് തഖ്വ? അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിൽ തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. മഹാനായ റബ്ബിനെ എക്കാലത്തും ഭയപ്പെടാൻ സാധിക്കുന്ന തഖ്വ. ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, യുക്തി, തഖ്വ സമ്പാദിക്കലാണ്. ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് തഖ്വ? അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ റബ്ബിനെ എക്കാലത്തും ഭയപ്പെടാൻ സാധിക്കുന്ന തഖ്വ. റമളാനിൽ മാത്രമല്ല, ലാ തകുൻ റമളാനിയൻ വകുൻ റബ്ബാനിയൻ. റമളാനിൽ മാത്രമല്ല, എല്ലാ മാസത്തിലും, ശവ്വാലിലും, കൊല്ലത്തിലെ 12 മാസവും നിന്റെ ആയുസ് ഒടുങ്ങുവോളം സകല വർഷവും സകല ദിനരാത്രങ്ങളും റബ്ബിനെ പേടിക്കാനുള്ള തഖ്വ, അവൻ ഹറാമാക്കിയത് ഒഴിച്ചു നിർത്താനുള്ള തഖ്വ. ഈ തഖ്വ ഈ റമളാനിലെ നോമ്പ് കൊണ്ട് നീ സമ്പാദിച്ചു. അവൻ നിർബന്ധമാക്കിയത് റമളാനിൽ മാത്രമല്ല, റമളാനിലല്ലാത്തപ്പോഴും നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, ഖുർആൻ പാരായണമുണ്ടോ, അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകൾ വരേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് നീ ആശ്രിതരാകേണ്ടതുണ്ട്. റമളാനിലെ റബ്ബ് തന്നെയാണ്, റമളാനിന് ശേഷവും റബ്ബ്, റമളാനിന് മുമ്പും റബ്ബ്. അവൻ മരിച്ചിട്ടില്ല, അവൻ മരിക്കുന്നില്ല, അവൻ മരിക്കുകയില്ല, എന്നെന്നും ജീവിക്കുന്ന ആ റബ്ബിനെ എക്കാലത്തും പേടിക്കാനുള്ള മഹത്തായ തഖ്വ നീ സമ്പാദിച്ചോ. വൽ അമലു ബിൽ തൻസീൽ, അവൻ ആകാശ ലോകത്ത് നിന്ന് വഹിയായി ഇറക്കിയ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിന്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്ത്,
ഇതാണ് നിന്റെ ജീവിത പദ്ധതി. നീ ജീവിക്കേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്. നീ ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു മുസ്ലിം എന്ന സ്വത്വബോധം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ, നീ ഒരു മുസ്ലിമാണെന്ന അഭിമാനം കൊള്ളുന്നവരാണെങ്കിൽ, ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ പരിശുദ്ധ റമളാനിന്റെ പുണ്യവ്രത മാസക്കാലത്ത് പോലും അള്ളാഹുവിന് നിർഭയത്വത്തോട് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങുന്നുവല്ലേ? മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ നാവ് വെമ്പുന്നുവല്ലോ. നമ്മുടെ വൈകാരികത ആളിക്കത്തപ്പെടുന്നു. സഹോദരങ്ങളെ, അവിടെയാണ് ഒരു ഇസ്ലാമിന്റെ സ്വത്വബോധം മുസ്ലിമിൽ വളരേണ്ടത്. നിന്റെ ജീവിതത്തിൽ എവിടെയുണ്ടോ ഇസ്ലാം? നിന്റെ സ്വന്തം ജീവിതത്തിൽ എവിടെയുണ്ട്? നിന്റെ കുടുംബത്തിൽ എവിടെയുണ്ട്? നിന്റെ കോലത്തിൽ, നിന്റെ രൂപത്തിൽ, നിന്റെ ഭാവത്തിൽ, നിന്റെ വസ്ത്രധാരണത്തിൽ. നിന്റെ മക്കൾക്ക് പെരുന്നാളിന് വേണ്ടി വസ്ത്രം ഒരുക്കി വെച്ചിരിക്കുന്നു. പുതുവസ്ത്രങ്ങൾ ഇസ്ലാമികമാണോ? പലരും ഇപ്പോൾ തന്നെ ഭംഗിയായി മുടിമുറിച്ചിരിക്കുന്നു, പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിന്റെ ഹെയർ സ്റ്റൈൽ ഇസ്ലാമികമാണോ? ആണോ? ബാർബറുടെ കരങ്ങൾ കൊണ്ട് ക്ഷൗരം ചെയ്യപ്പെട്ട നിന്റെ താടിയോമങ്ങൾ അവന്റെ വേസ്റ്റ് കൊട്ടയിൽ നിക്ഷേപിക്കപ്പെട്ടുവെങ്കിൽ ഇസ്ലാമികമാണോ? പെരുന്നാൾ ആകട്ടെ എന്ന് കാത്തിരുന്ന് നീ പ്ലാൻ ചെയ്ത ടൂർ പദ്ധതികളുണ്ടല്ലോ, അവിടെ നീ സ്വരുക്കൂട്ടിയ നിന്റെ യാത്രകൾ, നിന്റെ പദ്ധതികൾ ഇസ്ലാമികമാണോ? നീ വാങ്ങി പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങൾ ഇസ്ലാമികമാണോ? നീ സന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്ന ഗാനമേളകൾ, സിനിമയും പേക്കൂത്തും തോന്നിവാസങ്ങളും DJ പാർട്ടിയും ഇസ്ലാമികമാണോ? എന്താണ് റമളാൻ കൊണ്ട് നേടിയത്? അള്ളാഹു സമ്പാദിക്കാൻ പറഞ്ഞ തഖ്വ റമളാൻ കൊണ്ട് നേടിയില്ലെങ്കിൽ സഹോദര, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എന്തു നമ്മൾ നേടി? ദുനിയാവ് പെട്ടെന്ന് അവസാനിക്കുന്നതല്ലേ. റമളാൻ പെട്ടെന്ന് വരികയും പെട്ടെന്ന് അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെ മരണം ഇതുപോലെയാണ്. നമ്മൾ തേടിയെടുത്തു, നമ്മൾ അജ്ഞരായി, അശ്രദ്ധയിലായി നമ്മൾ വിസ്മരിച്ചുകൊണ്ട് ഓടുന്ന മരണം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടിയൊളിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും, നിങ്ങളുടെ വഴിമുടക്കും. അതേ മലക്കുൽ മൗത്ത്, നീ സൃഷ്ടിച്ചത് മുതൽ നിന്റെ അവധി മലക്കുൽ മൗത്തിന്റെ കരങ്ങളിൽ സുഭദ്രമാണ്. ലൈലത്തുൽ ഖദറിലെ നിർണയം അതൊന്നുകൂടി പുതുക്കപ്പെടും. അത് ഈ വർഷം വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്ത് എത്ര പേർ എത്ര കാലം ജീവിക്കും, ആരൊക്കെ ജനിക്കും, ആരൊക്കെ മരിക്കും, എന്തൊടുക്കും, എന്തു സമ്പാദിക്കും, എന്തു ഭുജിക്കും, എന്തു നേടും, എന്തു നേടാതിരിക്കും, എല്ലാം പുനർനിർണയിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ പരമമായ രേഖയിലുള്ളത് മലക്കുകളുടെ രേഖയിലേക്ക് പുതുക്കി നൽകുന്ന ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ മുൻനിർത്തിയെങ്കിലും നിന്റെ ഈ വർഷക്കാലം, വരാനിരിക്കുന്ന വർഷങ്ങൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനോഹരമായ ജീവിതമാക്കാൻ നീ തീരുമാനമെടുത്തോ. നീ ഓടിയൊളിക്കുന്ന നിന്റെ അവധി നിന്നെ കണ്ടുമുട്ടും, നിന്റെ വഴിമുടക്കും. മലക്കുൽ മൗത്ത് ഇന്നുകളിൽ നീ അല്ലാത്തവരെ തേടിപ്പോകുന്നുവെങ്കിൽ നാളെ നിനക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം നിന്നെ തന്നെ പിടികൂടും. മറ്റുള്ളവരുടെ അവധി നോക്കി അതെന്റെ അവധിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരെ ഒരു സമൂഹത്തിൽ ഒരാൾ 100 കൊല്ലം ജീവിച്ചുവെങ്കിൽ അയാളെ നോക്കി അതാണ് എന്റെ ആയുസ് എന്ന് വ്യാമോഹം ജനിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ അവധിയെ മറന്നിരിക്കുകയാണ്, നിങ്ങളുടെ ആയുസ്സിനെ മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ ഈ വീണ്ടും വിചാരങ്ങൾ അതിന്റെ അവസാനത്തിൽ നമ്മുടെ ഹൃദയത്തെ മതിച്ചില്ലെങ്കിൽ റമളാൻ കൊണ്ട് എന്തു നേടി എന്ന ചോദ്യത്തിന് നമ്മൾ നിസ്സഹായരായി, ശൂന്യരായി റമളാനോട് വിടവാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തോടടുക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ചിന്തകളിലൊന്ന്, നമ്മൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, അതിന്റെ വലുപ്പവും എണ്ണവും അതിന്റെ ആധിക്യവും അതിൽ ശ്രദ്ധ ചെലുത്തുന്നതിനപ്പുറത്ത്, അമലുകൾ അധികരിപ്പിക്കുന്നതിനപ്പുറത്ത്
സ്വീകാര്യയോഗ്യമാകുന്ന അമലുകളാണോ എന്ന് പരിശോധന നടത്തൽ വളരെ അനിവാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തനങ്ങളുടെ വിഷയത്തിലെ ശ്രദ്ധയേക്കാൾ ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള ശ്രദ്ധയാണ് കൂടുതൽ സ്വരുക്കിട്ടേണ്ടത്. എന്തെങ്കിലും ഇങ്ങനെ ധാരാളമായി പ്രവർത്തിച്ചു കൂട്ടുക എന്നതിലല്ല കാര്യം. പ്രവർത്തിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ളതാകുക. അഹ്സനു അമല എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമാക്കുക എന്നതിലാണ് കാര്യം. ഒരു പ്രവർത്തനം ഏറ്റവും മനോഹരമാകുന്നത്, ഏറ്റവും നന്നായി തീരുന്നത് അതിൽ രണ്ടു കാര്യങ്ങൾ ചേരുമ്പോഴാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, രണ്ട് അൽ ഇത്തിബാ. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാണ്. കുറിച്ചു വെക്കണം. ഏതു പ്രവർത്തനവും, നമ്മൾ അനുഷ്ഠിക്കുന്ന ഏത് സൽക്കർമ്മവും നന്മയും, അത് സൽക്കർമ്മമാകണമെങ്കിൽ, അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, പ്രതിഫലാർഹമാകണമെങ്കിൽ, അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ, അത് നമ്മുടെ നന്മയുടെ തുലാസിൽ കരം തൂങ്ങണമെങ്കിൽ, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ രേഖകളിൽ അതിന് സ്ഥാനം പിടിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ അതിന് ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിത്തറകളിൽ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട അടിത്തറകളിൽ ഒന്നാമതായ ഷഹാദത്ത് കലിമയുടെ താല്പര്യമാണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്ന്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് ഒരു പങ്കും തിരിച്ചുവിടാൻ പാടില്ല. അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം നൽകണം. മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും നോമ്പെടുക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് പറയുമോ, ചിന്തിക്കുമോ? മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും നിസ്കാരം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തയെങ്കിലും ഉണ്ടാകുമോ? ഏതെങ്കിലും ഒരു റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ അർഹതയുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇബാദത്തിന്റെ, ആരാധനയുടെ ഉന്നതമായ മനോഹരമായ ഉദാഹരണങ്ങളിൽപ്പെട്ട ദുആയും പ്രാർത്ഥനയും സഹായത്തേട്ടവും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക? എങ്ങനെയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ഓരോ നന്മയും അത് സ്വീകാര്യോഗ്യമാകണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുള്ള ഒന്നാമത്തെ നിബന്ധന, അള്ളാഹുവിന് മാത്രമേ അത് ഞാൻ നൽകിയിട്ടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് ഒരു പങ്കും ഞാൻ വകവെച്ചു കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, അള്ളാഹുവിന് മാത്രം നൽകുന്നതിനിടക്ക് ആളുകളെ കാണിക്കാൻ, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ, അതല്ലെങ്കിൽ ഞാനിത് ചെയ്തില്ലെങ്കിൽ റമദാനിലും ഞാൻ നോമ്പ് നിസ്കാരവും അനുഷ്ഠിക്കാത്തവനായാൽ എന്നെ കുറിച്ച് ആളുകൾ എന്തു വിചാരിക്കുമെന്ന ആളുകളുടെ മോശം വിചാരമാണ് നമ്മുടെ മനസ്സിൽ അലട്ടിയത്. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. അവിടെ പോലും അള്ളാഹു അല്ലാത്തവർക്ക് അതിന്റെ അംശം ലോകമാന്യതയായി, മുഖസ്തുതിയായി പകുത്തു നൽകപ്പെടും. പാടില്ല. സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിന് മാത്രം, അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ മാത്രം, വേറൊരാൾക്ക് ഒരു പങ്കുമോഹരിയും ഇല്ലാത്ത വിധം നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹ്ക്ക് മാത്രമായിട്ടുണ്ടോ? അതാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന. ഇത് മാത്രം മതിയോ? അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് നമുക്ക് ചെയ്യാൻ ഇസ്ലാമിന് അനുവാദമുണ്ടോ? നോമ്പല്ലേ, നിസ്കാരമല്ലേ, സക്കാത്തല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാൻ, ന്യായീകരിക്കാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്തത് ഒരിക്കലുമില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കും. ഇബാദത്തുകൾ കാഴ്ചവെക്കേണ്ടത് അള്ളാഹുവിന് മാത്രം, അതിന്റെ രൂപം അള്ളാഹിന്റെ റസൂൽ കാണിച്ചു തന്നതുപോലെ മാത്രം, രണ്ടിടത്തും മാത്രമാണ്. ഇബാദത്ത് വകവെച്ചു കൊടുക്കപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമെങ്കിൽ അത് പ്രവർത്തിക്കാൻ, അതിന്റെ രൂപം മാതൃകയാക്കാൻ അർഹതപ്പെട്ടവൻ, പിൻപറ്റപ്പെടേണ്ടവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് മാത്രം അങ്ങനെ പ്രവർത്തിച്ചാൽ, നന്മകൾ ചെയ്താൽ അതാണ് സ്വീകരിക്കപ്പെടുന്ന നന്മകൾ, അതാണ് സൽക്കർമ്മങ്ങൾ, അതാണ് പ്രതിഫലാർഹമാകുന്ന നന്മകൾ. സഹോദരങ്ങളെ, ഇങ്ങനെയാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ സംഭവിച്ചത്? അമലുകൾ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ചത് എന്ന് പരിശോധിക്കണം. നമ്മുടെ നോമ്പ്, നമ്മുടെ തറാവീഹ് നിസ്കാരം, തറാവീഹ് നിസ്കാരത്തിനിടക്കുള്ള ദുആകൾ, പ്രാർത്ഥനകൾ, നമ്മുടെ റുക്കൂ, നമ്മുടെ സുജൂദ്, നമ്മുടെ ദുആ, നമ്മുടെ സ്വതക്കകൾ. പലരും റമദാൻ മാസത്തിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4 ആളുകളുടെ മുമ്പിൽ എടുത്തു, ഞാനത് തന്നേക്കാം, നാളത്തെ ഭക്ഷണം എന്റെ വകയാണ്. സഹോദര, വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ കൊടുക്കാൻ സാധിക്കണം.
അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുനെ മാത്രം അറിയിച്ചാൽ മതി. എത്ര ലളിതമാണിന്ന് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സ്വതക്ക നൽകാൻ. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മുടെ വിരൽ തുമ്പ് എന്ന് അമർത്തിയാൽ മതി, ഒന്ന് സ്പർശിച്ചാൽ മതി, നമ്മൾ അറിയാതെ ആളുകളിലേക്ക് സ്വതക്ക എത്തുന്ന രൂപം. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ഗോപ്യമാക്കാൻ, പ്രകടനപരതയില്ലാതാക്കാൻ, ഷോഫിന് വേണ്ടിയിട്ടല്ല, മാലോകരെ അറിയിച്ച് വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, റമളാനിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ കഅബയിൽ പോയി, പരിശുദ്ധ ഹറമിൽ പോയി ഉംറ ചെയ്യുന്നത് വരെ ലൈവായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അപ്ഡേറ്റ് ചെയ്യാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ റസൂൽ കാണിച്ചു തന്നത് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചോ എന്ന് നമ്മൾ വീണ്ടും വിചാരം നടത്തുക. ഒരുപാട് കാര്യങ്ങൾ ഈ റമദാനിന്റെ അവസാന വേളയിൽ പങ്കുവെക്കാനുണ്ട്. പക്ഷേ ഈ മിമ്പറിലെ സമയം പരിമിതമാണ് എന്നതിനാൽ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുകയും നന്മകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഇഖ്ലാസും ഇത്തിബാഉമുള്ള നന്മകളിൽ വർധനവുണ്ടാക്കുന്നതിൽ മത്സരിക്കാൻ, തിരക്കിട്ട് മുന്നേറാൻ ശേഷിക്കുന്ന റമളാനിലെ ദിനരാത്രങ്ങളിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, റമളാനിലെ നമ്മുടെ പോരായ്മകൾ, നമ്മുടെ പ്രവർത്തനങ്ങളിലെ കുറവുകൾ പരിഹരിക്കുന്ന റമളാനിന്റെ അവസാനത്തിലെ മഹത്തായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് എന്നത്. നമ്മളത് മറന്നുപോയിക്കൂടാ. മുസ്ലിം ഉമ്മത്തിലെ എല്ലാവർക്കും, ഓരോ കുട്ടിക്കും, സ്ത്രീക്കും, പുരുഷനും, വൃദ്ധനും, രോഗിക്കും എല്ലാവർക്കും ഒരുപോലെ നിർബന്ധമാകുന്ന മഹത്തായ സകാത്താണിത്. ഇത് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ അന്ന് തനിക്കും തന്റെ കുടുംബത്തിനും അന്നത്തെ നേരം പുലർന്ന് ഇരുട്ടാകുന്നത് വരെ, രാത്രിയാകുന്നത് വരെയുള്ള ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് മാത്രമേ ഇത് കൊടുക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുവാദം നൽകിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമ്മളിൽ ആരാണ് ഇത് കൊടുക്കേണ്ടാത്തവരായിട്ടുള്ളത്? ഒരാളുമില്ല. വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം എന്താണ്? അരിയാണ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ചിടത്തോളം അത് ഒരാൾക്കൊരു സ്വാ വീതം. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ സാമാന്യം വലുപ്പമുള്ള ഒരാളുടെ 2 കരങ്ങൾ ചേർത്ത് വെച്ച് കോരുന്ന ഒരു കോരൽ. ഒരു കൈക്കുമ്പോൾ 2 കൈയും ചേർത്ത് വെച്ച് കോരുന്ന ഒരു കോരൽ, ഇതാണ് ഒരു മുദ്ദ്. ഇങ്ങനെ 4 മുദ്ദുകൾ ചേരുന്നതാണ് ഒരു സ്വാ. ഇതൊരു വ്യക്തിക്ക് കണക്കായി കൊടുക്കണം. സാധാരണഗതിയിൽ എത്ര കിലോഗ്രാമാണെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ തൂക്കമല്ല, മറിച്ച് അളവാണ്. അളവ് വ്യത്യാസപ്പെടും, ഇല്ലേ? ഇപ്പൊ ഈത്തപ്പഴം എന്റെ ഈ 2 കൈക്കുമ്പോൾ കൊണ്ട് 4 കോരൽ കോരിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ത്രാസിൽ വെച്ച് തൂക്കി. അരി ഇതുപോലെ 4 മുദ്ദ് കോരി ഒരു ത്രാസിൽ വെച്ച് തൂക്കി. കിലോഗ്രാം വ്യത്യാസമുണ്ടാകും. ധാന്യത്തിന്റെ വലുപ്പം, തൂക്കുന്ന വസ്തുവിന്റെ വലുപ്പം കുറയുന്നിടത്തോളം അതിന്റെ ഭാരം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഭാരം കുറയുന്നതിനനുസരിച്ച് കൂടാനും കൂടുതലനുസരിച്ച് കുറയാനുമെല്ലാം സാധ്യതയുണ്ട്. അളവാണത്. സ്വാ എന്നത് പറഞ്ഞ ഒരു അളവാണ്, ഒരു അളവുകോലാണ്. ആ പാത്രത്തിൽ അളക്കുന്ന അളവ്, അതിൽ നിക്ഷേപിക്കുന്ന വസ്തുക്കളുടെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ട് കിലോഗ്രാമിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് കാണാം 2.5 ഒരു സ്വാഇനെ കിലോഗ്രാമിലേക്ക് കണക്കാക്കുകയാണെങ്കിൽ 2.5 കിലോഗ്രാം മുതൽ 3 വരെ ഞാൻ വ്യക്തിഗതമായി അളന്നിട്ടുണ്ട്. മദീനത്ത് നിന്ന് ശരിയായ സനദോട് കൊണ്ടുവന്നപ്പെട്ടിട്ടുള്ള സ്വാഇൽ ഞാൻ വ്യക്തിഗതമായി നമ്മുടെ നാട്ടിലെ ബോയിൽഡ് റൈസും അതുപോലെ തന്നെ ചെറിയ റൈസും ഒക്കെ അളന്നിട്ടുണ്ട്. ഏകദേശം 3 കിലോഗ്രാമിനോട് അടുത്തോളം തൂക്കം വരുന്നത് എനിക്ക് വ്യക്തിഗതമായ അനുഭവമുണ്ട്. വ്യത്യസ്ത അരികളാകുമ്പോൾ അതിന് തൂക്കം വ്യത്യാസം വരും. അപ്പൊ സൂക്ഷ്മതക്ക് നല്ലത്. അപ്പൊ ഇത് അഭിപ്രായ വ്യത്യാസങ്ങളിലെ പലരും പല തൂക്കമാണല്ലോ പറയുന്നത്, എന്താണ് ഇപ്പോൾ ഇത് കഥ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. 2.5 കിലോഗ്രാം മുതൽ, വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, 3 കിലോഗ്രാം വരെ ധാന്യങ്ങളെ അളക്കുന്ന ധാന്യങ്ങളുടെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം വരും. സൂക്ഷ്മതയ്ക്ക് എന്താണ് നല്ലത്? ഏറ്റവും കൂടുതൽ തൂക്കം നൽകുക. 3 കിലോഗ്രാം കൊടുത്താൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറികടക്കാൻ നമുക്ക് സാധിക്കും. 2.5 കൊടുത്ത് കുറഞ്ഞു പോയാലോ ഒരു പക്ഷേ നമ്മുടെ സക്കാത്തുൽ ഫിത്റിൽ ഒരു അപര്യാപ്തത സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് നല്ലത് 3 കിലോഗ്രാം കൊടുക്കലും. ഇനി കൂടിയാൽ നമുക്ക് നേട്ടമുള്ളൂ. കുറഞ്ഞാലും കൂടിയാൽ നമുക്ക് വല്ല നഷ്ടമുണ്ടോ? കുറഞ്ഞാൽ നഷ്ടം സംഭവിച്ചാലോ? അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, ഒരാൾക്ക് കുടുംബത്തിലൊരംഗത്തിന് 3 കിലോഗ്രാം അരി കണക്കാക്കി എത്രയാണ് അംഗങ്ങളുള്ളത് അവരുമായി ഈ 3നെ ഗുണിച്ചാൽ കിട്ടുന്ന തൂക്കം, അത് ഒരു കുടുംബത്തിന് ആർക്കാണ് കൊടുക്കേണ്ടത്? മുസ്ലിമീങ്ങളുടെ ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ സംശയം, പൈസ കൊടുത്താൽ പോരെ? ഇപ്പൊ അരിക്ക് വകയില്ലാത്തവരാരാണുള്ളത്?
പൈസ കൊടുത്താൽ സഹായകമാകുമല്ലോ. പൈസ കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഇന്നത്തെക്കാളെന്ന് പൈസക്ക് ആവശ്യമില്ലാഞ്ഞിട്ടുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാനാണ്, ഒരു നാട്ടിലെ മുഖ്യാഹാരം കൊടുക്കാനാണ്. എന്തിനാണത്? നമ്മുടെ നോമ്പിലെ കുറവുകൾ പരിഹരിക്കാൻ. അതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. നമ്മുടെ നോമ്പിൽ വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള പ്രായശ്ചിത്തമാണ്. 2, തുഅ്മലിൽ മസാകീൻ, പെരുന്നാളിന്റെ അന്ന് ഒരു മുസ്ലിം കുടുംബവും അന്നം മുട്ടി പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്കുള്ള ഭക്ഷണമായി. ഇസ്ലാമിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹിതമായ ഉദാഹരണമാണത്. അതുകൊണ്ട് പൈസ കൊടുത്താൽ പോരാ, ധാന്യം തന്നെ കൊടുക്കണം. ഒരു വ്യക്തിക്ക് വീട്ടിലൊരംഗത്തിന് 3 കിലോ വീതം വെച്ച് കണക്കാക്കി നമ്മൾ കൊടുക്കണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? പെരുന്നാളിന്റെ ദിവസം ഈദ് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് അർഹരായവരുടെ കരങ്ങളിൽ എത്തണം. അതാണ് അതിന്റെ ഏറ്റവും അവസാന സമയം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ അത് സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കുകയില്ല. എത്ര ദിവസം മുമ്പ് വരെ കൊടുക്കാം? പെരുന്നാളിന്റെ 1 or 2 ദിവസം മുമ്പ് വരെ കൊടുക്കാം. അങ്ങനെ സ്വഹാബികളിൽ പലരും കൊടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പെരുന്നാളിന് 1 or 2 ദിവസം മുമ്പ് വരെ കൊടുക്കാം. ഇതാണ് സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഇബാദത്ത് നമ്മൾ ആരും മറന്നുകൂടാ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ബദ്ധശ്രദ്ധാലുക്കളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകൾ ഇത്തരം ഇബാദത്തുകളിലൂടെ പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ഫലസ്തീനിലെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീണ്ടും എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. രാത്രിയുടെ അവസാന വേളകളിൽ, ഈ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്, അല്ല ഏറ്റവും അവിഭാജ്യമായ നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അത്താഴവേളകളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. നമ്മൾ ഖിയാമുൽ ലൈൽ നിർവഹിച്ചു, അത്താഴം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി, പിന്നെ അവിടെ അങ്ങിരുന്ന് വർത്താനം പറഞ്ഞ് ബാങ്ക് കൊടുക്കുന്നത് വരെ സമയം തള്ളി നീക്കലല്ല. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പെട്ടെന്ന് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് മസ്ജിദിലേക്ക് എത്തുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. എല്ലാ ഇബാദത്തുകളുടെയും അവസാനം ഇസ്തിഗ്ഫാറുണ്ട്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഹജ്ജിന്റെ നിർവഹണം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞ് സലാമിട്ട് ഉടനെ ഇസ്തിഗ്ഫാറുണ്ട് 3 തവണ. ഇതുപോലെ തന്നെ ഏത് ഇബാദത്തുകളുടെയും അവസാനം ഇസ്തിഗ്ഫാർ കൊണ്ട് അത് മനോഹരമാക്കണം, കുറവുകൾ പരിഹരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക്, അടുത്ത ദിവസം വരെ ഹജ്ജ് ഉംറക്കും മറ്റും വിദേശത്ത് പോയി വന്ന് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് എന്ന് പറയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി പൊതുവായി പ്രാർത്ഥിക്കാൻ നമുക്ക് മിമ്പറിൽ സാധിക്കും. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ശ്ഫി മർളാഹും അല്ലാഹുമ്മ ഗഫിർ മൗതാഹും അല്ലാഹുമ്മ അർഹം മൗതാഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന ഫീ ഗസ്സ اللهم زلزل أعداءهم اللهم ازهمهم اللهم زلزلهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.